CSD ക്യാൻറ്റീൻ വഴി റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് ആൾക്കാരുടെ എല്ലാവരും വിചാരം. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് CSD ക്യാൻറ്റീൻ വഴി അല്ലെങ്കിൽ മിലിറ്ററി ക്യാൻറ്റീൻ വഴി നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം വാങ്ങുന്നതിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. TAGSBIKEZ റോയൽ എൻഫീൽഡിൻ്റെ DP ആണ്. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം CSD ക്യാൻറ്റീൻ മുഖാന്തരം എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള TAGSBIKEZിൻ്റെ ഡീലർഷിപ്പ് നമുക്ക് കുരിയച്ചിറ, ഇരിഞ്ഞാലക്കുട, പാട്ടറാക്കൽ എന്നീ സ്റ്റോറുകളാണുള്ളത്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, CSD ക്യാൻറ്റീനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചില മോഡൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മോഡൽസ് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഇപ്പോൾ ഒരു വാഹനം, ഒരു എക്സാമ്പിൾ പറയുകയാണ്, റെഡ് എന്ന് പറഞ്ഞ കളറാണ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാഹനം നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം CSD ക്യാൻറ്റീനിലേക്ക് കൊടുക്കാനായിട്ടൊരു അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ പ്രസ്തുത വാഹനം, ഇന്ന കളറിലുള്ള വാഹനം, ഇന്ന എൻജിൻ നമ്പറുള്ള വാഹനം നിങ്ങൾക്ക് വേണ്ടി ഡീലർഷിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ CSD ക്യാൻറ്റീൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ പ്രസ്തുത വാഹനത്തിന് ഇപ്പോൾ 2 ലക്ഷം രൂപയാണ് കോസ്റ്റ് വരണേന്ന് വിചാരിക്കും. അതിൽ CSD ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു 25,000 രൂപയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ബാലൻസ് നിങ്ങൾ എത്ര അടയ്ക്കണം? 1,75,000 രൂപ നമ്മൾ CSD ക്യാൻറ്റീനിൽ അടയ്ക്കണം. അങ്ങനെ അടയ്ക്കണമെന്ന പക്ഷം നിങ്ങൾക്ക് ആ CSD ക്യാൻറ്റീനിൽ നിന്ന് 3 റെസീപ്റ്റ്സ് കിട്ടും. 1 നിങ്ങൾ അടച്ചതിൻ്റെ റെസീറ്റ് കിട്ടും, 2 പർച്ചേസ് ഓർഡർ കിട്ടും, പിന്നെ നിങ്ങൾക്കൊരു അതോറിറ്റി ലെറ്റർ എന്ന് പറഞ്ഞൊരു ലെറ്റർ കിട്ടും. ഇത് 3 നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അടുത്തുള്ള CSD ക്യാൻറ്റീൻ ഓഫീസിലോട്ട് പോയിട്ട് ഇതിൽ അതോറിറ്റി ലെറ്ററിൽ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു 4 സിഗ്നേച്ചർ വയ്ക്കണം. ഈ സിഗ്നേച്ചർ വെച്ചിട്ട് അതിലൊരു സീലും കൂടി അവരുടെ നിന്ന് അടിച്ചു വാങ്ങിയതിന് ശേഷം നിങ്ങൾ ആ ഡോക്യുമെൻറ്റുമായിട്ട് നിങ്ങൾ അടുത്തുള്ള ഡീലർഷിപ്പ്, TAGSBIKEZിൻ്റെ ഏതാണോ അടുത്തുള്ള ഡീലർഷിപ്പ്, നമ്മുടെ ഡീലർഷിപ്പിലോട്ട് വരണം. നമ്മുടെ ഡീലർഷിപ്പിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സ്, രജിസ്ട്രേഷൻ പ്രോസസ്സ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ നമ്മുടെ CSD ക്യാൻറ്റീനിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രോസസ്സ് നടക്കുള്ളൂ, രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് നടക്കുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വാഹനത്തിൻ്റെ എക്സ് ഷോറൂമിനെയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഒരിക്കലും ഇൻഷുറൻസിനെയും RTOയുടെ ചാർജസിനെയും അല്ല നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രസ്തുത എമൗണ്ട്, അതായത് ഇൻഷുറൻസ്, റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ ചാർജുകൾ നിങ്ങൾ ഡീലർഷിപ്പിൽ അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് കോൾ വരാൻ പോകുന്നത്, ഒന്ന് നമ്മുടെ ഇൻഷുറൻസിൽ നിന്നാണ്. ഇൻഷുറൻസിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോർമൽ ഇൻഷുറൻസ് ഉണ്ട്, നിൽഡിപ്പ് ഉണ്ട്, റിട്ടേൺ ടു ഇൻവോയ്സ് എന്നീ ഇൻഷുറൻസുകളുടെ ഒരു ശ്രേണി തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്രാഷ് ഗാർഡ്, സം ഗാർഡ്, ഹാൻഡ് ഗാർഡ്, ഏത് ഇലക്ട്രിക്കൽ അല്ലാത്ത ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഇൻഷുറൻസിൽ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ വാറണ്ടി നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാറണ്ടി എന്ന് പറയുന്നത് 3 കൊല്ലം 30,000 കിലോമീറ്ററാണ് 350cc വരുന്നത്. അത് നിങ്ങൾക്ക് 2 കൊല്ലം കൂടി ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് എക്സ്റ്റെൻഡഡ് വാറണ്ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാവുന്ന കാര്യമാണ്. ഇനി RSA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. RSA എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റൻസ്. ഇൻ കേസ് നിങ്ങൾ അക്രോസ് ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ഇൻ കേസ് ഓഫ് എനി ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ എനി മിസ്ഹാപ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഏറ്റവും അടുത്തുള്ള ഒരു ഡീലർഷിപ്പിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളൊരു ഓപ്ഷനാണ് RSA, റോഡ് സൈഡ് അസിസ്റ്റൻസ്. അതെടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഓപ്ഷൻസിനെ കുറിച്ച് നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്പർ പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഡെലിവറി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇനി ബുക്കിംഗ് പ്രോസസ്സ് തൊട്ട് നമ്മുടെ വാഹനത്തിന് ഡീലർഷിപ്പുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ബുക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് വരണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്ത് ബുക്കിംഗ് ഇടാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RE ആപ്പ് വഴി നിങ്ങൾക്ക് ബുക്കിംഗ് ഇടാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, CSD ക്യാൻറ്റീനിൽ പോയിട്ട് ഒപ്പ് വാങ്ങുന്ന കാര്യമില്ലേ, അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയാൽ മാത്രമാണ് അത് ഒപ്പിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. വൺസ് അത് ഒപ്പിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയക്കുന്നത് തപാൽ മുഖാന്തരം അയക്കാനാണെങ്കിൽ കൂടി ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേയ്മെൻറ്റ്സ് നമ്മുടെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ എല്ലാ പ്രോസസ്സും നിങ്ങളുടെ ബിഹാഫിൽ നമ്മൾ ചെയ്ത് നമ്മൾ റെഡിയാക്കി ഡെലിവറിക്ക് വേണ്ടി നിങ്ങളുടെ വാഹനം
തയ്യാറാക്കി വെക്കുന്നതാണ്. നിങ്ങൾ നേരിട്ട് വന്ന് ഡെലിവറി എടുക്കുക എന്നുള്ളൊരൊറ്റ പ്രോസസ്സ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഡെലിവറി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കൂ. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് ഈ പ്രസ്തുത വാഹനം നമ്മളവിടെ എത്തിക്കും. അതുവരെയുള്ള പ്രോസസ്സുകൾ നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു CSD ക്യാൻറ്റീൻ അല്ലെങ്കിൽ മിലിറ്ററി ക്യാൻറ്റീൻ വഴി വാഹനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ഇനി അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത് I am Francis എന്നാണ്. അത് താഴെ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വൈകിയാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരും എന്തായാലും. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് നിങ്ങളോട് ഒരുപാട് നന്ദി ഞാൻ ആദ്യം പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട്, അത് ഏറ്റവും ആദ്യം കാണുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടണിൽ അത് പതുക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനെ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ള ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ TAGSBIKEZ എന്ന് പറഞ്ഞ റോയൽ എൻഫീൽഡ് DP ആണ്. ഇതുപോലത്തെ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ അമേസിങ്, സ്റ്റേ ഇൻ ലവ് ആൻഡ് ടേക്ക് കെയർ.